പോലെ ഇതിന്റെ വായക്ക് പയ്യക്കറിയാമേ കുട്ടിക്ക് ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ട്രിപ്പിക്ക് പോകാൻ കേട്ടോ. ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് പാക്കിംഗ് ഉണ്ട്. എങ്ങോട്ടാ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ അട്ടപ്പാടിക്കാണ് കേട്ടോ. അട്ടപ്പാടിയിലെ ഒരു റിസോർട്ടിലേക്ക്. ഏത് റിസോർട്ടാണെന്നറിയോ? നമ്മൾ ഷബിനാസ്കർ പണ്ട് പോയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളിന്ന് പോണത് സാധാരണ പോണ ടീംസ് അല്ല കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ടീംസ്, അതായത് ഇക്കാന്റെ ഏട്ടനും ഭാര്യയും അനിയനും ഭാര്യയാണ് കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് ഞങ്ങൾ പോയിട്ടേ ഇല്ല. ഇവിടെ അങ്ങനെ ഒരു ട്രിപ്പിനൊന്നുള്ളൊരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ കല്യാണങ്ങൾക്കും കൂട്ടങ്ങൾക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് എല്ലാവരും പോകും. ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെയാണ് കുറെ കാലം ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ട്രിപ്പൊന്നും ഇതുവരെ ഒരുമിച്ച് പോയിട്ടില്ല. നമുക്ക് എല്ലാ ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോക്കെ കൂടെ ട്രിപ്പ് പോകണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ ഒരു മുത്തച്ചി ഒരു ഇളയച്ചി വരുന്നുള്ളൂ. ഇനി എനിക്ക് വേറെ 2 മുത്തച്ചികളുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും കൂടി പോക്കാവുമ്പോൾ ഈ പോക്കും നടക്കൂല. അതുകൊണ്ട് പറ്റുന്ന ആളെ വെച്ചിട്ട് ഉള്ള ആൾക്കാരെ വെച്ചിട്ടാണ് പോവുക കേട്ടോ. ഇൻഷാല്ലാ ഇനി എനിക്ക് ഫാമിലി ആയിട്ടൊരു വലിയ ട്രിപ്പ് പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുക നിങ്ങൾക്ക് ഓലെ കൊണ്ടുപോയിക്കൂടി അങ്ങനെയൊക്കെ വിചാരിക്കട്ടെ. അതൊന്നും ആയിട്ടല്ല. നമ്മളെപ്പോഴും എങ്ങനെയാണെന്ന് അറിയാം, നമുക്ക് എങ്ങോട്ടേലും പോകാനുള്ള അവസരം ഇതൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ആളെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് പോകണം. അപ്പൊ അത് നടക്കും. ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ അവസരത്തിൽ നമ്മൾ അങ്ങോട്ട് പോകും. അതുപോലെ ഈ ട്രിപ്പിൽ ഇങ്ങനെ ആയിരിക്കും പഠിച്ചോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും ടീമുകൾ പോകുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പരാതി അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ അവർക്കൊക്കെ അത് സന്തോഷമുള്ളൂ. ഒന്നാമത് ബ്രസീൽ ഇവിടെ വണ്ടി ഉള്ളത്. അതിലാകെ 6 ആളെ കൊള്ളുള്ളൂ. 6 ആളെ മാക്സിമം കുത്തിക്കൊള്ളിച്ചിട്ടാട്ടോ ഞങ്ങൾ പോണത്. പിന്നെ നാത്തൂനും മൈനമ്മിയും ഇപ്പിയും വേറെ മുത്തച്ഛന്റെ കുട്ടികൾ ഞങ്ങളൊക്കെ കൂടി വേറൊരു റിസോർട്ടിലേക്ക് പോയിക്കുന്നു കേട്ടോ. അപ്പോൾ ഓരോ സെക്ഷൻ കഴിഞ്ഞു. ഈ സെക്ഷൻ അടുത്തത് ഇനി പോവാത്ത സെക്ഷൻ. ഇൻഷാല്ലാ വർത്താനം പറഞ്ഞ് പാക്ക് ചെയ്തിട്ട് എന്തൊക്കെയാ പാക്ക് ചെയ്തെന്ന് അറിയില്ല. പക്ഷെ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ ഞാൻ ഇവിടെ ഇന്നലെ രാത്രിയെ നിരത്തി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അട്ടപ്പാടിയിലുള്ള റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ തണുപ്പുണ്ടാവും. നമ്മളവിടെ തന്നെ തണുപ്പാണ്. അപ്പൊ ഞാൻ സെറ്റർ കുപ്പായൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി യാമിക്കുട്ടിയുടെ റെഡിയാക്കി യാമിക്കുട്ടിയുടെ കുഞ്ഞു ഐറ്റംസുകളൊക്കെ ഇതിലും ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. വേഗം ഒരുങ്ങിയിട്ട് വരട്ടെ കേട്ടോ. അതാണ് എൻ്റെ കോസ്റ്റ്യൂംസ്. ഞാൻ അതുകൊണ്ട് ഈ മെറ്റീരിയൽ കഫ്താൻ അടിച്ചിട്ടുണ്ട്. ഈ മെറ്റീരിയലിന്റെ ചുരിദാർ ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു മെറ്റീരിയലാണല്ലോ. ഈ ഒരു മെറ്റീരിയൽ പറഞ്ഞാല് തിളക്കുള്ള റെഡ്, നല്ലൊരു റെഡാണല്ലോ ഇത്. അപ്പൊ ഞാനിതുകൊണ്ട് വെറൈറ്റി ആയിട്ട് കഫ്താൻ അടിച്ചു. വെറൈറ്റി ആയിട്ടൊന്നല്ല കേട്ടോ. ചുവപ്പ് ഷൂ ആണ് കേട്ടോ. അത് ഈ ഡ്രസ്സിലേക്ക് മാച്ചായിട്ട് വാങ്ങിച്ചതല്ല. എന്റെ പുതിയ ചെരുപ്പ് ഈ ഷൂ ആണ്. നമുക്ക് ഹായ് പറഞ്ഞ എല്ലാവരോടും ട്രിപ്പൊക്കെ പോവാണ്. ഈ മോതിരണ്ടല്ലോ, ഇത് അമീൻ താഹിറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. രസമല്ലേ? കാണാമല്ലോ അല്ലേ? ഉണ്ടോ? നല്ല രസമല്ലേ? ഞാൻ പറഞ്ഞില്ലേ ആ മലയിലാണ് മറ്റു ഫാമിലികളൊക്കെ ഉള്ളത്. റിമ്മിയും ഇളയച്ചനും മുത്തച്ഛനും എല്ലാവരും എൻ്റെ ഓലൊക്കെ അവിടെ കാത്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആ മലയിലേക്ക് പോകട്ടെ. ഇളയച്ചിയും മുത്തച്ചിയും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഓരോക്കെ വീഡിയോയിലൊന്നും അങ്ങനെ കാണിക്കണ്ടാവില്ല. ഒരേ ഇളയച്ചിക്ക് തീരൊട്ടും കാണിക്കുന്ന താല്പര്യമല്ല കേട്ടോ. കറങ്ങിയിട്ട് പൊളിച്ചടിക്കേണ്ടത് വരാന്നല്ല ഒരു കാണുമല്ലോ. കണ്ടേക്ക് പറഞ്ഞേ ഞാൻ കൊച്ചിന്റെ മടി കയറി. ഞങ്ങളിപ്പോ എന്നെ കൊണ്ടുപോകണെന്താന്ന് വെച്ചാല് ഇപ്പാനിപ്പോ ഏതായാലും കൊണ്ടുപോകണില്ല. അപ്പൊ പ്രായമായ ഒരാള് നമ്മളെ കൂടെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. നമ്മളിപ്പോ പ്രായമുള്ള ആളാക്കി ഒരു മുടി നരച്ചിട്ടില്ല. ഞങ്ങൾ നോക്കണേ നല്ല മെനക്കെട്ടിട്ടുണ്ടാവും. എല്ലാരും ഓടമ്പല പോണു. ഒന്ന് നോക്കുക, റഫി ആകെ 2 മണിക്കൂർ ഓട്ടുള്ളൂ. അതില് റഫി അപ്പത്തിനല്ലേ പൈസ വിതരണ. ഒരു പാക്കറ്റ് ഓടി, ഒരു പാക്കറ്റ് പുറത്തിച്ചോ. എല്ലാ പൈസയും കഴിഞ്ഞു. അതോടെ പൈസയും കഴിഞ്ഞു. അതോടെ പൈസയും കഴിഞ്ഞു പോകുന്നത്. വൈബ് നോക്കാം. കുഞ്ഞിന്റെ അത്താന്റെ ഹണിമൂണാണ്. കുട്ടികളൊന്നും ഇല്ലാതെ ഒഴിവാക്കി ഓലെ യാത്രയാക്കാനാ. ഇപ്പളാ ലുക്കായതേ. റഫീന്റെ റൂം മാത്രമാണ്. അങ്ങോട്ട് കയറാൻ പറ്റൂല. രണ്ടാളും അയലോക്കത്താണല്ലേ. സെൻഡിക്കും തസ്നിക്കുള്ളത്.
റൂമിൽ നോക്കണം നമ്മളെ. അങ്ങനെ ഞങ്ങൾ അട്ടപ്പാടി ചുരങ്ങളൊക്കെ കയറി മറിഞ്ഞ് വലിയ ചുരമൊന്നുമില്ല കേട്ടോ, ചെറിയ കുഞ്ഞു ചുരം റിസോർട്ടിലെത്തി. ഇവിടെ അങ്ങനെ ഓരോ കോട്ടേജുകളാണ് കേട്ടോ, വരിക്ക് ഓരോ കോട്ടേജുകളാണ്. പക്ഷെ അതിലൊക്കെ ബുക്കിംഗ് ആണ്. അപ്പോൾ ആ കോട്ടേജിലാണ് കേട്ടോ, 2 എണ്ണം കൂടിയിട്ടുള്ള ഒരു കോട്ടേജിലാണ് ഓരുള്ളത്. ഉണ്ണിയാൽ ബീച്ചിലല്ല, വയാസ് റിസോർട്ട്. ഞങ്ങളിപ്പോൾ ഇത് ലഞ്ചിന്റെ ടൈമിലാണ് കേട്ടോ എത്തിയേക്കുന്നത്. 1 മണിക്കാണ് ലഞ്ച്. ഇവിടെ എത്തിയപ്പോൾ തന്നെ കാണാനൊക്കെ നല്ല രസവും നല്ലൊരു സ്ഥലമാണ് കേട്ടോ, നല്ല വ്യൂ ഉണ്ട്. ഇനി മൊത്തം മുഴുവൻ അന്ന് ഷബ്ന റിസോർട്ടിൽ വന്നപ്പോൾ പോകുമ്പോഴാണ് ഇൻട്രോ എടുത്തത്. അപ്പൊ ഫുള്ളും അറിയുമല്ലോ, എന്ന പോലെ പോകുമ്പോൾ പറയാം എങ്ങനെ ഉണ്ട്, എത്ര അടിപൊളിയാണ് എന്നുള്ളതൊക്കെ. അടിപൊളിയല്ലേ, മലൊക്കെ കാണുന്നുണ്ട്. ഓലാടെ എന്താ വ്യൂ എന്നാവല്ലേ? ഓല കൊടുക്കാൻ അങ്ങോട്ട് വ്യൂ, ഇത് ഇങ്ങനത്തെ വ്യൂ ഇല്ല. ഇല്ലല്ലേ, ഇതാണ് രസം. കുട്ടി ബാത്റൂം ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാത്റൂം ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. സേരുതി കുറച്ച് സ്റ്റാൻഡേർഡിലുള്ള ആളാത്രേ. അതുമല്ല, ഓനിപ്പോ സൗദി അറേബ്യയിൽ പോയപ്പോഴേ ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാൾ കേട്ടോ. ഇതാണ് അവിയലും അങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ കിട്ടുന്നത്. അതെ, കുറച്ചാൾ പുതിയ പുതിയ ആപ്പിളിയാ കപ്പിൾസ്. റഫി പായസം കുടിക്കാൻ വേണ്ടി നോക്കുമ്പോ അവന്റെ പാത്രത്തിൽ ഒരു കുഞ്ഞിക്കിണർ ഫുള്ള് പായസം കൂടി എടുത്താൽ മതി. വളരെ മോശം, കമ്മിയായി. താത്താന്റെ കാക്കുന്റെ റൂമാട്ടോ അത്. വയ്യൊക്കെ അറിയോ? വയ്യൊക്കെ അറിയോ അമ്മക്കുട്ടിക്ക്? നടക്ക് നടക്ക്. ഞങ്ങളപ്പോ ഈ റൂമിലേക്ക് മാറാൻ വിചാരിച്ചുലക്ക. ഞങ്ങളിതാ ഈ റൂമിലെത്തിട്ടോ. കാക്കുണ്ടോ അപ്പുറത്ത്? ഇവിടെ വാ, ഇവിടെ വായാമി. നല്ല നാടൻ ചോറും കൂട്ടാനൊക്കെ. ചോറും കൂട്ടാനും പറയാനേക്കളെ അമ്മിക്കുട്ടി കൊണ്ടുപോവാ. പറയട്ടെ അമ്മ, പറയട്ടെ. 4 മണി ചായ കുടിക്കാൻ പോവാണ് ഞങ്ങളെ. ഓലൊക്കെ പോയി, ഓലൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ അതിനെ പോയിട്ട് വെറുതെ സ്വിമ്മിംഗ് പൂളിന്റെ അതിനൊക്കെ ഒന്ന് പോയി പോകുന്നേ. ഞാനൊന്നും പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഉറങ്ങി എല്ലാവരും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അമ്മിക്കുട്ടിക്ക് പോവാഞ്ഞിട്ട് അമ്മിക്കുട്ടിക്ക് റൂമിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം പുറത്തെന്തൊക്കെയോ ഉണ്ടല്ലോ ഓടി നടക്കാനും. പിന്നെ കുറെ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കാണുമ്പോ നടക്കാൻ വേണ്ടിട്ടേ ഞാനിതാ നമ്മളെ മാക്സി ഒക്കെ ഇട്ടിട്ട് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന പോലത്തെ കോലത്തിലാണ് കേട്ടോ. ഇവിടെ ട്രക്കിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളിൽ പോകണം. എങ്ങോട്ടൊക്കെ പോകണ്ടെന്ന് അറിയില്ല. വെള്ളച്ചൊക്കെ മുമ്പിൽ പോയിക്കണം കേട്ടോ. എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നോ? അതെ അല്ലേ. നേരത്തെ നമ്മള് ട്രക്കിങ്ങിന് പോവാണല്ലേ. ഓപ്പൺ വണ്ടി ഇല്ലാന്ന് പറഞ്ഞിട്ടോ, നമ്മള് ബലോറിയിലാ പോകുന്നുണ്ട്. ആ പറയും പോലെ ദുബായിന്ന് മറ്റൊരാൾ വന്നാണ് കേട്ടോ. അതാണ് നമ്മളെ ഓന്റെ പുതിയ അപ്പുറത്തുണ്ട്. ആ ഇത് റഫി, മൂപ്പര ഭാര്യ അവിടെ ഉണ്ട്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ശരിക്കും താറാണ് വരല്. പക്ഷെ വെലോറത്തിനൊക്കെ കറക്റ്റാണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു മറ്റേ സേരുദ്ദി? എങ്ങനെ ഉണ്ടായിരുന്നു? ട്രക്കിങ് വെച്ചാലും പോരാ, അടിപൊളി കേട്ടോ. ആ കാട്ടുമുക്കൂടെ ഒക്കെ ഉണ്ട്, വല്ല പ്രേത സിനിമക്ക് വന്ന മാതിരി ഉള്ളൊരു വരവ് വന്നിട്ട് വല്ലാത്ത ജാതി. കാട്ടിലേക്കാണ് നിക്കണ കേട്ടോ. കൊണ്ടക്കാട്ടിക്കൂടെയാണ് പോവുന്നല്ലേ ധൈര്യത്തില്. ഇറങ്ങാനായിട്ടില്ല, ഇറങ്ങാനേ
കളിക്കാൻ പുല്ല കിട്ടിങ്ങളാ പുഞ്ചാക്ക് ഞാൻ വരുമ്പോ ഇങ്ങനെ പൊട്ടിച്ചേരുന്നു. അതെ ആജി വൈകുന്നേരാക്കിട്ടാ പോണ്. ട്രക്കിങ് കഴിഞ്ഞു വന്നേട്ടോ. ട്രക്കിങ് എന്റെ ബിരിയാണി മാതിരി തന്നെ ഒന്നും പറയാല്ല. അടിപൊളി ഡ്രൈവിങ്ങും അടിപൊളി രാത്രി എന്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ 4 പുറം ഇങ്ങനെ മലകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഒപ്പത്തിട്ടാ. ഞങ്ങള് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോവാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള പരിപാടി അത് പൊട്ടിക്കാൻ പറ്റൂല കേട്ടാ. ക്ഷമിക്കണം, ഞങ്ങളൊരു പൂവ് പൊട്ടിച്ചു നോക്കാം. ഇനി പൊട്ടിക്കണ്ട. ഒരു വെള്ളത്തിന്റെ അളവുണ്ട് അല്ലേ? വെള്ളം കണ്ടാ പിന്നെ അതിനെ എന്താ വൈബിലേ? വാവ്, വൈബ് വൈബ് വൈബ്. ഇതെന്താ അവിടെ പോവാ? ഇറങ്ങാൻ പോലെ കാക്കുനെ വിളിച്ചാ മാമുന്നാ പോവാന്നറിയാം. ആ മാമു പുറത്ത് നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. രാത്രി ഡിന്നറിനുള്ള യാത്രയാണ്. അട്ടപ്പാടി നല്ല നാടൻ കപ്പയാണ്, കാന്താരി ചമ്മന്തിയാണ്. ക്യാമ്പ് ഫയർ ആണ് ഈ അമ്മിക്കുട്ടിയെ. കളിക്കാനുള്ള വൈബുള്ളവരാരും ഇല്ലാന്ന് മാത്രം. ആ ബസ്സിന് 2 സ്റ്റെപ്പിന് വരുന്നുണ്ട് കേട്ടോ. ഏതാ സ്റ്റെപ്പ് ജാതി? ക്യാമ്പ് ഫയർ കഴിഞ്ഞു, തണുപ്പും നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ. ഈ നാളെ നേരം വെളുത്തിട്ട് കാണാം. തണുപ്പിച്ചാലും പോരാ, നല്ല തണുപ്പാ. നല്ല തണുപ്പാ. ഗുഡ് മോർണിംഗ് ചായയാണ്. ടെസ്റ്റിന് മണ്ടുന്നുണ്ട്. അവിടെ ഇന്നേ രാവിലെ ഒരു വൈബാണ്. അതാ കായിന്റെ പള്ളി ഉണ്ട് എടുത്തേതായിട്ടുണ്ട് നിങ്ങളെ. ചാൻകുട്ടി കാഴ്ച കാണാൻ പോവാ പപ്പന്റെ കൂടെ. ആ മമ്മി വരാം, മമ്മ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. മുത്താപ്പന്റെ അസ്സലാമലൈക്കും കൊടുക്ക്. അസ്സലാമലൈക്കും കൊടുക്ക്. ഓക്കെ. സൈനുദ്ദീൻ അരമണിക്കൂറിന് പോയിട്ട് കട്ടൻ ചായ എടുക്കുക കുടിക്കുക.
ഇപ്പൊ ഞങ്ങളൊക്കെ ഫ്രഷ് ആയി. ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസ്, ട്രെക്കിംഗ് ഉണ്ട്, പിന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ട്, പിന്നെ ഒരു ഡാൻസിങ്, ഇങ്ങനെ വെള്ളം വന്നിട്ട് അതിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. പിന്നെ കയാക്കിങ്ങും ഉണ്ട്. അത് രണ്ടുമാണ് ഇപ്പൊ ഇന്ന്. പക്ഷെ ഡാൻസിങ് ഇന്ന് നടക്കൂല, കാരണം ഞങ്ങളൊക്കെ ഫ്രഷ് ആയില്ലേ. പിന്നെ അതേപോലെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹോംലി ഫുഡും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. രസമുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലമാണല്ലോ. നല്ല കുന്നും മലകളും കോടയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലവും. താത്തയും എല്ലാവരും നമ്മൾ മാത്രം ഗുഡ് മോർണിംഗ് ആക്കിയിട്ട് ആ കാറ്റത്ത് ഇങ്ങനെ ഓൾക്ക് നല്ല പൊലി വയ്ക്കുക. ഓൾക്ക് കാറ്റൊന്നും ഒരു വിഷയമല്ല. എല്ലാവരും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണ. ആ ഓക്കെ. റഫി എന്താ അവിടെ ചായ ആയിക്കണോ നോക്കിട്ട് ഞാൻ നടക്കുക കിച്ചന്റെ മുമ്പുകളെ തന്നെ. അവിടെ ചായ ആയിക്കണോ കണ്ടപ്പോ എളുപ്പം അവിടുന്ന് വണ്ടിക്കാൻ പറ്റും. ബിരിയാണി ചെമ്പില്ലേ, കൊടംപുളിട്ട മീൻകറി ഒക്കെ. ഈ സാധനം അഥവാ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ട് വിചാരിച്ചാൽ വരുമ്പോ അല്ലേ പറ്റിയ ചെമ്പ. ലോരിയൊക്കെ എടുത്ത് പോകുന്നു. ലേറ്റ് ഫുഡ് അത്ര കഴിക്കലുള്ളൂ. നല്ല തടിയൊക്കെ നോക്കുന്ന ആളാണ്. താത്താന്റെ പറയുന്നത് ഇവിടെ വന്നിട്ട് എന്താ യാമി അത്? മീമിയ? ആ മീമിയ എത്ര അത്? ചെടി ഇവിടുത്തെ കൊണ്ടുപോകാൻ പറ്റുമെന്നില്ല ഡിസ്കഷനിലാണ് എല്ലാരും. ആ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കുറച്ച് ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ റൂമുകളാണ്, കുറേ ഓരോ വീടുകളാണ്. എന്തെല്ലാം കാണിച്ചു തന്നില്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നല്ല അടിപൊളിയാണ്. ഇനി ഞങ്ങൾ അടുത്തത് കയാക്കിങ്ങിനൊക്കെ പോവുകയാണ്. തുഴഞ്ഞിട്ട് രണ്ടാൾക്ക് വീതം ആണത്ര തുഴഞ്ഞ് പോവുക. അപ്പം അതിന് പോവുക. ഞങ്ങളെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു വയസ്സ് റിസോർട്ടിൽ തന്നെ എല്ലാവിധ ആയുർവേദ ചികിത്സകളും നടത്തുന്ന ഒരു ആയുർമന പറഞ്ഞിട്ടൊരു ആയുർവേദിക് സെന്ററും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ അത് കാണാൻ പോയത്. അവിടെ അതിനുള്ള ഡോക്ടേഴ്സും അതിനുള്ള മരുന്നുകളും ഒഴിച്ചിലും പിഴിച്ചിലും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. കാണാൻ നല്ല രസമുണ്ടല്ലേ. വരുമ്പോ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് വരണ്ടേ? എന്താ യാമി? എന്താണ്? മീമിയോ? ആ മീമി അത്രയില്ലേ. എന്താണ്? ആമ്പലുണ്ട് അറ്റത്ത്. പടിഞ്ഞില്ലേ? പോകുമ്പോ പടിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരും. നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ആയിട്ട് വേണം ഞങ്ങളൊക്കെ കൊണ്ടുപോകാൻ. ഓൾക്ക് വെള്ളം കണ്ടിട്ടേ ഞേ പോകുമ്പോ നിങ്ങൾക്ക് പടിഞ്ഞോളൂ. കൺമുമ്പിന്നോട് പോയിക്കോളൂ. അമ്മി പപ്പ പോയോ? പോണേ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കൊണ്ടുപോയിക്കാണ്. പഠിച്ചില്ലേ? വെരി ഗുഡ്. നല്ല തണുത്ത വെള്ളം. ആമ്പൽപ്പൂ പൊട്ടിച്ചിട്ട് വരിട്ടോ. മൂത്തമ്മയും അപ്പാപ്പയും പോണൊക്കെ റിഫ്കാക്കു ചെറുതായിട്ടൊന്ന് പേടിച്ച് പിന്മാറിക്കുന്നു കേട്ടോ.
നടക്കുമ്പോ ഇവിടുന്ന് കിട്ടും ഞങ്ങളതും അവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് കേട്ട് നിങ്ങളതും ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ നമ്മളും കയാക്കിങ്ങൊക്കെ കഴിഞ്ഞ് പോരാണ് കേട്ടോ. കാരണം കുറേ ഇങ്ങനെ നടക്കാനും ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ഡാമുണ്ട്, ഫിഷ് പോയിന്റ് ഉണ്ട്, നല്ല രസമുണ്ട്. ഒരു വലിയൊരു ഏരിയ ഫുള്ള് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഡാമാണ് തരട്ടോ അത്, ഡാം. ഇറങ്ങുക അല്ലാതെ എന്താ കാട്ടുക. ആമിക്കുട്ടി അവന്റെ കൈയൊക്കെ വേഗം പിടിച്ചിരിക്കുന്നു. പിടിച്ചിട്ടോ, മുറുക്കി പിടിച്ചാ. അവിടെ 2 കുട്ടികള്, ഇവിടെ 2 കുട്ടികള്. അങ്ങനെ ഞങ്ങളെ ഇന്നത്തെ റിസോർട്ട് വാസം കഴിയാനായിട്ട് പാക്കിങ് തുടങ്ങി. ഒരു ദിവസത്തെ ജീവിതം കഴിഞ്ഞ് ഇനി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ, മിസ്സാവാതെ കൊണ്ടുപോകണം. അട്ടപ്പാടി ഭാഗത്തേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഉള്ളവർക്കൊക്കെ വേഗം വരാൻ പറ്റിയ സ്ഥലമാണല്ലേ. വയനാട്, മൂന്നാർ അങ്ങോട്ടൊക്കെയല്ലേ പോകല്. ഇവിടെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ ഒരു ടീം ഇട്ടിട്ടുള്ള ഒരു ട്രിപ്പ് നല്ല രസമുണ്ട് കേട്ടോ. അതൊരു വേറെ രസം. ഇപ്പോൾ നമ്മളെ സ്വന്തം വീട്ടുകാരുമായിട്ട് വരുമ്പോൾ നമ്മള് വേറൊരു വൈബാക്കാര്, വേറൊരു നമ്മളെ ചെറുപ്പം മുതലേ ഉള്ള നമ്മളെ എല്ലാ കളികളും വരുന്നൊരു ഇതായിരിക്കും. കല്യാണം കഴിഞ്ഞ വീട്ടുകാരുമായിട്ട് വരുമ്പോൾ നമ്മള് പിന്നെ നമ്മളൊരു മെച്യൂരിറ്റി ആയ മുതലുള്ള കൂട്ടുകളാണല്ലോ. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു അടക്കൊതുക്കത്തിലുള്ള ഒരു കൂടലാക്കാൻ. അപ്പോൾ ഓരോന്നും ഓരോ വൈബാണ്. ഇത് ഇങ്ങനെ കുറച്ച് അടക്കം ഒതുക്കമുള്ളൊരു ട്രിപ്പ്. എവിടെ സ്ഥലം കിട്ടാണ്ട് ഇതാ കസേരന്റെ അടി കൂടെ നൂന്ന് കളിക്കുക. എന്തേ എല്ലോ ഭദ്രകാളി അതെ ഒന്നും വാങ്ങിയില്ലല്ലോ. ക്ലാസ്മേറ്റ്സുകളൊക്കെ കൂടിയിട്ട് ശരി. കൂട്ടുകാരാണ് അത്ര. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാരണം ഇങ്ങനെ ഒരു ഗ്യാങ്ങും പണ്ടത്തെ ആൾക്കാർക്കൊന്നും അതൊന്നും ഇല്ലല്ലോ അല്ലേ. ഇപ്പൊ സ്കൂൾ ഗ്രൂപ്പും കൂടലും. സാധനങ്ങളൊക്കെ പാക്കാക്കി ഞങ്ങൾ മുത്തച്ഛൻ്റെ റൂമിൽ കൊട്ടിട്ടോ. അവിടെ നിന്ന് ഇളയച്ചനും പോലും ആ റൂമിലും ഇവിടെ ഞങ്ങളും കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒറ്റ വില്ല. നടുവിലൊരു ഡോറും ഉണ്ട്, അപ്പുറത്തൊക്കെ വേണമെങ്കിൽ തുറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ അട്ടപ്പാടിയിലാണ് കേട്ടോ ഈ ഒരു വയസ്സ് റിസോർട്ട്. നമുക്ക് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് വന്ന് എൻജോയ് ചെയ്ത് പോകാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഭക്ഷണം പോലെ തന്നെ ആവശ്യമാണ് ഇടയ്ക്കൊക്കെ ഉള്ള ഈ ഒരു യാത്രകൾ കേട്ടോ, മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാനും ഒക്കെ. ഞങ്ങൾ അവസാനമായിട്ട് അവിടെ നിന്ന് ലഞ്ചും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്ത്, നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ചോദിക്കും. ഞാനത് പിൻ ചെയ്തിട്ടും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാം കേട്ടോ. എല്ലാവരും പോയിട്ടൊന്ന് മനസ്സൊക്കെ റീഫ്രഷ് ആക്കിയിട്ട് വാ.